ഹായ് സ്റ്റുഡൻസ്, 10ാം ക്ലാസ്സിൻ്റെ ഗണിത ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. വൃത്തങ്ങൾ എന്ന പാഠഭാഗത്തിലെ ചില പരിശീലന പ്രശ്നങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. വൃത്തങ്ങളുമായി ബന്ധപ്പെട്ട ആശയങ്ങൾ നാം പഠിച്ചു കഴിഞ്ഞു. അർദ്ധവൃത്തത്തിലെ കോൺ മട്ടകോണാണ്. അർദ്ധവൃത്തത്തിന് പുറത്തുള്ള ഒരു ബിന്ദുവിലേക്ക് വരച്ചാൽ, വ്യാസത്തിൻ്റെ അഗ്രബിന്ദുക്കൾ വരച്ചാൽ ഉണ്ടാകുന്ന കോൺ 90 ഡിഗ്രിയേക്കാൾ കുറവാണ്. വൃത്തത്തിനകത്തുള്ള ഒരു ബിന്ദുവുമായി യോജിപ്പിച്ചാൽ ഉണ്ടാകുന്ന കോൺ 90 ഡിഗ്രിയേക്കാൾ കൂടുതലാണ്. അതുപോലെ തന്നെ ചാപം, ആർക്ക്, കോംപ്ലിമെൻ്ററി ആർക്ക് or alternate arc, central angle, angle between, relation between central angle and alternate arc and arc and alternate arc എന്നീ കാര്യങ്ങളെല്ലാം നാം പഠിച്ചു കഴിഞ്ഞു. ഇവിടെ ഒരു വൃത്തവും അതുപോലെ തന്നെ ഒരു കോഡും വരയ്ക്കണം. Draw a circle and a chord such that in one side of the arc all angles are 80 degree. Draw a circle and a chord. ഒരു വൃത്തവും ഒരു ഞാണും വരയ്ക്കണം. എങ്ങനെ വരയ്ക്കണം? ഒരു ഭാഗത്തെ കോണുകളെല്ലാം one side of the chord angles are 80 degree. ഒരു ഭാഗത്തെ കോണുകളെല്ലാം 80 ഡിഗ്രി വരുന്ന വിധം വരയ്ക്കണം. ഒരു സർക്കിൾ വരയ്ക്കണം, ഒരു കോഡ് വരയ്ക്കണം. എങ്ങനെ വരയ്ക്കണം? one side of the chord angles are 80 degree. ഒരു ഭാഗത്തെ കോണുകളെല്ലാം 80 വരുന്ന ക്രമത്തിൽ വരയ്ക്കണം. എന്നായിട്ട് നമ്മൾ എന്താ ചെയ്യാം? എങ്ങനെ വരയ്ക്കുക? ഡ്രോ എ സർക്കിൾ ഓഫ് റേഡിയസ് 3 സെൻറ്റിമീറ്റർ. 3 സെൻറ്റിമീറ്റർ റേഡിയസിൽ ഒരു സർക്കിൾ വരയ്ക്കുക. O ഈസ് ദ സെൻറ്റർ ഓഫ് ദ സർക്കിൾ. നോക്കൂ, ഒരു ഭാഗത്തെ ആംഗിൾസ് എല്ലാം 80 ഡിഗ്രി ആവണം. അപ്പോൾ ആംഗിൾസ് ഞാൻ ഒരു റഫ് ഫിഗറാണ് വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ റഫ് ഫിഗർ വരച്ചിട്ടുണ്ട്. ഇവിടെ ആംഗിൾ 80 ഡിഗ്രി വരണം. ദെൻ വാട്ട് അബൌട്ട് ദ സെൻട്രൽ ആംഗിൾ? കേന്ദ്രകോൺ എത്രയായിരിക്കും? സെൻട്രൽ ആംഗിൾ ഓഫ് ആൻ ആർക്ക് ഈസ് ഡബിൾ ദ ആംഗിൾ ഇൻ ദ ആൾട്ടർനേറ്റ് ആർക്ക്. കേന്ദ്രകോൺ മറുചാപത്തിലെ കോണിൻ്റെ ഇരട്ടിയാണ്. ഇപ്പോൾ ഇവിടെ 80 ആയാൽ ഇവിടെ 160 ആയിരിക്കും. നമുക്ക് ഫോർ ഡ്രോയിങ് ദ ഒറിജിനൽ ഫിഗർ, ശരിയായ ഒരു ചിത്രം വരയ്ക്കുന്നതിനായിക്കൊണ്ട് ആദ്യം നാം 3 സെൻറ്റിമീറ്റർ റേഡിയസിൽ ഒരു സർക്കിൾ വരയ്ക്കുക. അടുത്തത് ഒരു റേഡിയസ് വരയ്ക്കുക. എ എന്ന് പേര് കൊടുക്കുക. പ്രൊട്രാക്ടർ ഈ സെൻറ്ററിൽ ചേർത്ത് വയ്ക്കുക. പ്രൊട്രാക്ടർ ചേർത്ത് വയ്ക്കുക. ട്രാക്ടർ ഇവിടെ ചേർത്ത് വയ്ക്കുക, സെൻറ്ററിൽ ചേർത്ത് വയ്ക്കുക. ഇവിടുന്ന് 0 തൊട്ട് 10, 20, 30, 90, 100, 110 അങ്ങനെ 160 അളവെടുത്ത് ഒരു റേഡിയസ് വരയ്ക്കുന്നു. 160 ബി എന്ന് പേര് കൊടുക്കും. കോഡ് എ ബി ജോയിൻ ചെയ്യുക. ഇവിടെ ഒരു പോയിന്റ് അടയാളപ്പെടുത്താം. പി എന്ന പോയിന്റ് അടയാളപ്പെടുത്താം. ജോയിൻ എ പി ആൻഡ് ബി പി. എ യു ബി ഈസ് ദ സെൻട്രൽ ആംഗിൾ. എ യു ബി ആണ് കേന്ദ്രകോൺ 160 ഡിഗ്രി. ആംഗിൾ എ പി ബി ആംഗിൾ ഇൻ ദ ഓൾട്ടർനേറ്റ് ആർക്ക്, മറുചാപത്തിലെ കോൺ കേന്ദ്രകോണിൻ്റെ പകുതിയാണ്, 80 ആണ്. അപ്പം ഇത്തരത്തിൽ നമുക്ക് ഒരു ഭാഗത്തെ കോണുകളെല്ലാം, ഇനി മറ്റൊരു പോയിന്റ് എടുക്കുന്നു,
angles in the same segment are equal or angles in the same arc are equal. ഈ എ തൊട്ട് എ പി ബി എന്ന ആർക്കിലെ ഏത് പോയിന്റ് എടുത്താലും അതിലേക്ക് വരയ്ക്കുന്ന ആംഗിൾസ് എല്ലാം 80 ആയിരിക്കും. കാരണം ആംഗിൾസ് ഇൻ ദ സെയിം ആർക്ക് ആർ ഈക്വൽ. ആംഗിൾ എ ഒ ബി 160 ഡിഗ്രി, എ പി ബി 80 ഡിഗ്രി. നമുക്ക് ഇത്തരത്തിൽ വരയ്ക്കാവുന്നതാണ്. ഇൻ ദ സെക്കൻഡ് ഫിഗർ, രണ്ടാമത്തെ ചിത്രത്തിൽ വരയ്ക്കേണ്ടത് ഒരു ഭാഗത്തെ ആംഗിൾസ് എല്ലാം 110. all angles on the other part on the same arc are 110. ഒരു ഭാഗത്തെ ആംഗിൾസ് എല്ലാം 110 വരയ്ക്കുന്ന പോലെ വരണം. all angles on the same arc are 110 ഡിഗ്രി. ഒരു ഭാഗത്തെ ആംഗിൾസ് എല്ലാം 110 ഡിഗ്രി വരുന്ന പോലെ വരയ്ക്കണം. വീണ്ടും നമുക്കൊരു ഏകദേശ ചിത്രം വരയ്ക്കാം. ഏകദേശ ചിത്രം വരച്ചു. എ ബി, ഒരു ഭാഗത്തെ ആംഗിൾസ് എല്ലാം 110 വരണം. all angles on one side are 110 ഡിഗ്രി. അപ്പം നമുക്ക് നോക്കാം. ഇവിടെ ഈ ഭാഗത്താണ്, ഇവിടെയാണ് 110 ഡിഗ്രി വരുന്നതെന്ന് വിചാരിക്കാം. ദെൻ വാട്ട് അബൌട്ട് ദ ആംഗിൾസ് ഓൺ ദ അതർ പാർട്സ്? മറുഭാഗത്തെ ആംഗിൾസ് എത്രയായിരിക്കും? നമുക്കറിയാലോ, ആംഗിൾസ് ഓൺ ആൻ ആർക്ക് ആൻഡ് ഓൾട്ടർനേറ്റ് ആർക്ക് ആർ സപ്ലിമെൻ്ററി. ആംഗിൾസ് ഓൺ ആൻ ആർക്ക് ആൻഡ് ഓൾട്ടർനേറ്റ് ആർക്ക് ആർ സപ്ലിമെൻ്ററി. ഒരു ചാപത്തിലെയും മറുചാപത്തിലെയും കോണുകളുടെ തുക 180 ഡിഗ്രിയാണ്. ആയതുകൊണ്ട് ആംഗിൾ എ പി ബി എന്നത് 70 ഡിഗ്രി ആയിരിക്കും. 110 70 180. ഇത്തരത്തിലാണ് നമുക്ക് ചിത്രം വരയ്ക്കേണ്ടത്. അതിനായിക്കൊണ്ട് ജോയിൻ ചെയ്യാം. O is the center of the circle. Then what about the central angle? Alternate arc. Angle on the alternate arc is 70 degree. So central angle is 140 degree. Central angle 140 degree ആണ്. ഇപ്പോൾ ഒറിജിനൽ ഫിഗർ വരയ്ക്കാനായിക്കൊണ്ട് 3 സെൻറ്റിമീറ്റർ റേഡിയസിൽ സർക്കിൾ വരയ്ക്കുക. സെൻറ്റർ അടയാളപ്പെടുത്തി ഒരു റേഡിയസ് വരയ്ക്കുന്നു. പ്രൊട്രാക്ടർ സെൻറ്ററിൽ വെക്കുന്നു. 140 ഡിഗ്രി വരുന്ന രീതിയിൽ ബി അടയാളപ്പെടുത്തുന്നു. എ ബി ജോയിൻ ചെയ്യുന്നു. ഇനി ടേക്ക് 1 പോയിന്റ് പി എന്ന ബിന്ദു അടയാളപ്പെടുത്താം. എ പി ബി പി ജോയിൻ ചെയ്യുന്നു. ആംഗിൾ 70. Take 1 point Q on arc AB. Join AQB. It is 110. കാരണം ആംഗിൾസ് ഓൺ ആൻ ആർക്ക് ആൻഡ് ഓൾട്ടർനേറ്റ് ആർക്ക് ആർ സപ്ലിമെൻ്ററി. ചാപത്തിലെയും മറുചാപത്തിലെയും കോണുകൾ 180 ആണ്. ഇനി ഇതേ ആർക്കിൽ വേറൊരു പോയിന്റ് അടയാളപ്പെടുത്തുന്നു. ആർ. ആംഗിൾ എ ആർ എസ് 110. Take another point S. Angle ASB. ASB 110. ഈ ചാപത്തിലെ കോണുകളെല്ലാം 110 ഡിഗ്രി ആയിരിക്കും. വൃത്തത്തിലെ എ ബി എന്ന കോണിൻ്റെ ഒരു ഭാഗത്തുള്ള എല്ലാ കോണുകളും 110 ഡിഗ്രി ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡ്രോ സർക്കിൾ ആൻഡ് എ കോഡ് സച്ച് ദാറ്റ് the angles on one part is half of the other. ഒരു ഭാഗത്തെ കോണുകളെല്ലാം മറുഭാഗത്തെ കോണിൻ്റെ പകുതിയായി വരയ്ക്കണം. Let this angle be 2x.
സോ ദിസ് ആംഗിൾ ഈസ് എക്സ്. കോൺ എ ക്യു ബി 2x എന്ന് വിചാരിക്കുക. എ പി ബി എക്സ് ആകും. കാരണം ഒരു ഭാഗത്തെ കോണുകളെല്ലാം മറുഭാഗത്തെ പകുതിയാണ്. അത്തരത്തിലാണ് വരയ്ക്കേണ്ടത്. ആയതുകൊണ്ട് എ ക്യു ബി 2x, എ പി ബി എക്സ് എന്നെടുക്കുക. ആൻഡ് ആൾസോ ആംഗിൾ എ പി ബി ആൻഡ് ആംഗിൾ എ ക്യു ബി മേക്സ് 180 ഡിഗ്രി. ആംഗിൾ എ പി ബി പ്ലസ് ആംഗിൾ എ ക്യു ബി ഈക്വൽ ടു 180 ഡിഗ്രി. കാരണം ആംഗിൾസ് ഓൺ ആൻ ആർക്ക് ആൻഡ് ഓൾട്ടർനേറ്റ് ആർക്ക് ആർ സപ്ലിമെൻ്ററി. ചാപത്തിലെയും മറുചാപത്തിലെയും കോണുകൾ 180. ആയതുകൊണ്ട് ആംഗിൾ എ പി ബി പ്ലസ് ആംഗിൾ എ ക്യു ബി ഈക്വൽ ടു 180. ആംഗിൾ എ പി ബി എക്സ്, ആംഗിൾ എ ക്യു ബി 2x, രണ്ടും ചേർന്ന് 180. അപ്പോൾ 3x ഈക്വൽ ടു 180. അപ്പോൾ എക്സ് ഈക്വൽ ടു 180/3 60. സോ എക്സ് ഈക്വൽ ടു 60, 2x ഈക്വൽ ടു 120. ഈ ഒറിജിനൽ ഫിഗർ ഈ രൂപത്തിലാണ് വരയ്ക്കേണ്ടത്. നോക്കാം. ഇഫ് ദ ആംഗിൾ എ പി ബി ഈസ് 60 ഡിഗ്രി, വാട്ട് അബൌട്ട് ദ സെൻട്രൽ ആംഗിൾ? കേന്ദ്ര കോൺ എത്രയായിരിക്കും? ഡബിൾ ദ ആംഗിൾ ഇൻ ദ ഓൾട്ടർനേറ്റ് ആർക്ക്. മറുചാപത്തിലെ കോണിൻ്റെ ഇരട്ടി. 60ൻ്റെ ഇരട്ടി എത്രയാണ്? 120. അപ്പോൾ ഒറിജിനൽ ഫിഗർ വരയ്ക്കാനായിക്കൊണ്ട് ഡ്രോ എ സർക്കിൾ, സെൻറ്റർ, ഡ്രോ 1 റേഡിയസ്, ഒരു ആരം വരയ്ക്കുക. ഇവിടെ പ്രൊട്രാക്ടർ സെൻറ്ററിൽ വെച്ച് 120 ഡിഗ്രി എടുക്കാം. വേറെ റേഡിയസ് ആരം വരയ്ക്കുക, ജോയിൻ ചെയ്യുക. ഒരു പോയിൻ്റ് അടയാളപ്പെടുത്തുക. പി എ പി ബി is 60 ഡിഗ്രി. Mark one point on AB, arc AB. This angle will be 120. So, angles on one part. നോക്കുക, എ പി ബി എന്ന ആർക്കിൽ വരയ്ക്കുന്ന എല്ലാ ആംഗിൾസും ഇവിടെ വരയ്ക്കുന്ന എല്ലാ ആംഗിൾസും 60 ഡിഗ്രി ആയിരിക്കും. എ ക്യു ബി എന്ന ആർക്കിൽ വരയ്ക്കുന്ന എല്ലാ ആംഗിൾസും 120 ഡിഗ്രി ആവും. സോ ആംഗിൾസ് ഓൺ വൺ പാർട്ട് ഈസ് ഹാഫ് ഓഫ് ദ അതർ. ഒരു ഭാഗത്തെ കോണുകളെല്ലാം മറുഭാഗത്തെ കോണിൻ്റെ പകുതിയായി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആംഗിൾസ് ഓൺ വൺ പാർട്ട് ഈസ് 1.5 ടൈംസ് ആംഗിൾസ് ഓൺ ദ അതർ പാർട്ട്. ആംഗിൾസ് ഓൺ വൺ പാർട്ട് ഈസ് 1.5 times angles on the other part. Let this angle be x. ഈ ആംഗിൾ എ പി ബി എക്സ് എന്ന് വിചാരിക്കാം. ആംഗിൾസ് ഓൺ ദ അതർ പാർട്ട് എ ക്യു ബി ഈസ് 3/2x. 1/2 ടൈംസ്, 1.5 മടങ്ങ്. അതായത് ഇതിനെ വിഷമഭിന്നമാക്കാം. 1 2 is 2, 2 + 1 3, 3/2x. Angles on, let's this angles on one part APB equal to x. Angles on the other part is 3/2x. മറുഭാഗത്തെ കോൺ 3/2x. And also we have angles on arc and alternate arc supplementary ആണ്. So angle APB plus angle AQB equal to x plus 3/2x, which is equal to 5/2x. 5/2x രണ്ടും കൂടെ കൂട്ടിയാൽ നമുക്കറിയാലോ 180 ആണ്. അപ്പോൾ 5/2x ഈക്വൽ ടു 1/2 180. സോ എക്സ് ഈക്വൽ ടു 180 ഇൻറ്റു 2/5, 36 ഇൻറ്റു 2 72. So this angle is 72 and this one is 144. Then what about the central angle? കേന്ദ്ര കോൺ എത്രയാണ്? 144. അപ്പോൾ കേന്ദ്രകോൺ 144 ഡിഗ്രി വരുന്ന രീതിയിൽ കേന്ദ്രകോൺ വരച്ച് ഞാൻ കോഡ് എ ബി വരയ്ക്കുകയാണെങ്കിൽ ഒരു ഭാഗത്തെ കോണുകളെല്ലാം മറ്റേ ഭാഗത്തെ കോണിൻ്റെ 1.5 മടങ്ങായി വരും. അപ്പോൾ അതിനായിക്കൊണ്ട് ഒറിജിനൽ ചിത്രം വരയ്ക്കാൻ ഡ്രോ എ സർക്കിൾ ഓഫ് റേഡിയസ് 3 സെൻറ്റിമീറ്റർ. ഡ്രോ 1 റേഡിയസ്, ഒരു ആരം വരയ്ക്കുക. കേന്ദ്രകോൺ
144 വരുന്ന രീതിയിൽ മറ്റൊരു റേഡിയസ് ആരം വരയ്ക്കുക. ബി എന്ന് പേര് കൊടുക്കുക. ഇനി ആർക്ക് എ ബി ഒരു പോയിൻ്റ് അടയാളപ്പെടുത്തുക. പി എന്ന പോയിൻ്റ് അടയാളപ്പെടുത്തുക. ജോയിൻ ചെയ്യുക. എ പി ബി 72 ഡിഗ്രി. ഡ്രോ 1 പോയിൻറ്റ് ക്യൂ ഓൺ ആർക്ക് എ ബി. താഴത്തെ ആർക്ക് എ ബിയിൽ വേറൊരു പോയിൻ്റ് ക്യൂ അടയാളപ്പെടുത്താം. ഇവിടുത്തെ ആംഗിള് 172ൻ്റെ 3/2 ടൈംസ് 72ൻ്റെ 3/2 ടൈംസ്, അതായത് 108. 2 കൊണ്ട് ഇവിടെ വെട്ടി 36 × 3 108 ആയിരിക്കും. 72ൻ്റെ 3/2 ടൈംസ് 2 കൊണ്ട് ക്യാൻസൽ 36 × 3 108. ഇത് രണ്ടും കൂടെ ചേരുമ്പോൾ 180 ഡിഗ്രി കിട്ടുന്നുണ്ട്. ആംഗിൾസ് ഓൺ ആൻ ആർക്ക് ആൻഡ് ആൾട്ടർനേറ്റ് ആർക്ക്. ഇത്തരത്തിൽ നമുക്ക് ഈ ചിത്രങ്ങൾ നമുക്ക് വരയ്ക്കാം. ഫിഗേഴ്സ് നമുക്ക് ഈ രീതിയിൽ പുസ്തകത്തിൽ പറഞ്ഞ രീതിയിൽ നമുക്ക് വരയ്ക്കാവുന്നതാണ്. എല്ലാവരും തന്നെ വീഡിയോ കാണണം. ഒപ്പം യഥാർത്ഥ ചിത്രങ്ങൾ നിങ്ങളുടെ നോട്ട് പുസ്തകത്തിൽ കോമ്പസും സ്കെയിലും പ്രൊട്രാക്ടറും ഉപയോഗിച്ച് വരയ്ക്കണം. ഓക്കെ, താങ്ക് യു. അടുത്ത ആശയവുമായി അടുത്ത കൺസെപ്റ്റുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.